കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ റീനു, എന്റെ കൂടെ അപൂർവ. ബോസ് അപൂർവ 3ാം ക്ലാസ്സിൽ ഐ ലവ് യു എഴുതി തന്ന ആളെ എങ്ങനെ 6ാം ക്ലാസ്സിൽ കണ്ടുപിടിച്ചു? നോ, ബിക്കോസ് 3ാം ക്ലാസ്സിൽ എഴുതിയ ആള് 6th വന്നപ്പം വി ബിക്കേം ഗുഡ് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. പിന്നെ അപ്പൊ അതൊരു കളിതമാശയായിട്ട് നമ്മളെല്ലാം ചിരിച്ചു. അവൻ തന്നെയാണോ പറഞ്ഞത്? കൂട്ടുകൂടി കഴിഞ്ഞപ്പോ അന്ന് ഞാനായിരുന്നു എഴുതിയത്. ഇയാളിപ്പോഴും ഉണ്ടോ ഫ്രണ്ടായിട്ട്? Yeah, I mean, friends. I don't talk to him അങ്ങനെ. But you're in touch. Okay, ഇത് ഒരു രസമുള്ളൊരു പ്രപ്പോസലാണ് 3ാം ക്ലാസ്സിൽ കിട്ടാ. ഇതുപോലത്തെ വിയർഡ് പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ടോ? ഫേസ്ബുക്കില് അറിയാത്ത ആൾക്കാര് കുറെ പ്രപ്പോസൽസ് ഒക്കെ ഇൻബോക്സ് ഒക്കെ ചെയ്യാറുണ്ട്. അത് നമ്മള് ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടാവും, കസിൻസ് എല്ലാരും കൂടി വരുമ്പം അവരുടെ വിനോദമാണ് എന്റെ ഫേസ്ബുക്ക് നോക്കുക. അക്കൗണ്ട് നോക്കി ചിരിച്ചിരിച്ചിരിച്ച് ചില ആൾക്കാര് റിപ്ലൈ, അത് മറ്റേ ഫേസ്ബുക്കിൽ 2 മെസ്സേജസ് ഉണ്ടാവും, ഒന്ന് ഇൻബോക്സും ഒന്ന് അതേഴ്സ് പറഞ്ഞു പോകും. അപ്പം അതേഴ്സിൽ നോക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ മെസ്സേജസ് ഒക്കെ കാണുന്നത്. അപ്പം ചിലതൊക്കെ 2-3 പ്രാവശ്യം മെസ്സേജ് ചെയ്തതിന്റെ 3ാമത്തെ പ്രാവശ്യം ത്രെറ്റനിങ് ആണ്, നിനക്ക് ജാടയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് റിപ്ലൈ. ഇപ്പം എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാള് ഞാൻ എല്ലാ പ്രാവശ്യം റിപ്ലൈ ചെയ്യാറുണ്ട്. Do you have time for that? Because there are so many. If it's a good message, I always make time to reply. If it's ഇത്തിരി എന്താ പറയാ, ഇത്തിരി വിയർഡാന്ന് തോന്നുകയാണെങ്കിൽ ഐ ഡോണ്ട് ബോദർ. പിന്നെ അത് പ്രശ്നത്തിൽ എത്തുന്നു. ഓക്കെ, അപ്പൊ പ്രപ്പോസൽ കഥകൾ അവിടെ തീർന്നു. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ എനിക്ക് തട്ടത്തിന് മറയത്തിനെ കുറിച്ച് ചോദിക്കാനുണ്ട്. ഇഫ് യു വാണ്ട് ടു സെൻഡ് എ മെസ്സേജ് ടു അപൂർവ, ദി നമ്പർ ഇസ് 567678. ഫോർമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് അപൂർവ. ബോസ് അപൂർവ, ഈ തട്ടത്തിൻ മറയത്തെന്ന് പറയുന്ന മൂവി, അതിന്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ ഡയലോഗ്സും അതിന്റെ ഡെലിവറി ഡയറക്ഷൻ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആക്ച്വലി വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വോയിസ് ആണത്. അപൂർവയുടെ വോയിസ് അത്ര റൊമാൻറ്റിക് ആണ്. ഹൗ കുഡ് യു ഡു ഇറ്റ്? യു ആർ ഓൺലി 18. ആ ഒരു റോളില് ആ ഒരു വോയിസ് എങ്ങനെ അത്രയും മെച്ചോർഡ് ആയിട്ട് കൊടുക്കാൻ പറ്റി? ഞാൻ എന്റെ 12th എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് എൻട്രൻസിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഓൺ May 6th. അപ്പം വിനീതേട്ടൻ വിളിച്ചിട്ട് ഹി ടോൾഡ് മീ, ഒന്ന് എൻട്രൻസ് എന്തായാലും കഴിഞ്ഞില്ല, ഒന്ന് വരും, ഒന്ന് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അമ്മ എന്റെ അടുത്ത് പറഞ്ഞു ഡബിങ് ആണ്. അപ്പൊ ഞാൻ ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ മൂവിയിൽ മലർവാടിക്ക് ഞാൻ അല്ല ഡബ് ചെയ്തത്. ഐ വാസ് നോട്ട് ദ വൺ ഹു ഡബ്ഡ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ പോകുന്നത്, വിനീതേട്ടൻ തന്നെ എന്നെ ഡബ് ചെയ്യിക്കാത്തത്, എന്നെ എന്തിനാ ഡബ് ചെയ്യാൻ വിളിച്ച വിനീതേട്ടന്റെ മൂവിയിൽ? എന്നിട്ട് ഞാൻ പോയി. അപ്പൊ ഞാൻ വിനീതേട്ടനെ കണ്ടു, ഐ സ്റ്റാർട്ടഡ് ലാഫിങ് ഇനിഷ്യലി. ഞാൻ പറഞ്ഞു ഞാൻ ഡബ് ചെയ്യാനോ റിയലി? അപ്പം വിനീതേട്ടൻ പറഞ്ഞില്ല, അപ്പൻ്റെ ഒരു ബേസ് വോയിസ് എനിക്കൊന്ന് നോക്കിയാൽ കൊള്ളാന്നുണ്ട്. കുറെ വോയിസസ് ട്രൈ ചെയ്തു, എല്ലാം നോ ഇറ്റ്സ് സ്വീറ്റ് വോയിസ്, ബട്ട് ഐ വാണ്ട് സംതിങ് വിച്ച് ഇസ് ഒരു ഇത്തിരി ഒരു ബേസ് ആയിട്ട്. അപ്പം വിനീതേട്ടൻ പറഞ്ഞു ഓക്കെ ഫൈൻ, നമുക്കൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. സോ ഹി ഗേവ് മീ അതിൻ്റെ അകത്തൊരു സെന്റൻസ്. അപ്പം നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. സോ ഐ സെഡ് ആൻഡ് ദെൻ ഹീസ് ലൈക്ക് എനിക്ക് ഈ വോയിസ് തന്നെ മതി. ഐ വാസ് ലൈക്ക് ഓക്കേ റിയലി. ഞാൻ ബിക്കോസ് അതിന്റെ അകത്ത് വിനീതേട്ടൻ പറഞ്ഞിരുന്നു എന്താ ഹി ആക്ച്വലി ടോൾഡ് മീ ലൈക്ക് അപൂർവയുടെ ആ ഡിക്ഷൻ ഒക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തട്ടത്തിൻ മറയത്തിൽ നമ്മൾ എത്തി. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ചോദ്യങ്ങൾ തീർന്നിട്ടില്ല, തട്ടത്തിൻ മറയത്ത് വരെ എത്തിയിട്ടുള്ളൂ. ഇനി കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എന്റെ കൂടെ അപൂർവ. അപൂർവ, ഇപ്പൊ തട്ടത്തിൻ മറയത്തിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ഡയലോഗ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്, ഒരു സീൻ ഏതായിരുന്നു? എനിക്ക് മറ്റേ വരാന്തയില് പോയില്ല, പയ്യന്നൂർ കോളേജിൽ, നമ്മൾ ഡബ് ചെയ്തതിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്, അത് ഏത് ഭാഗമായിരുന്നു? ഐ തിങ്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് പോപ്പുലർ ആയത് ഒന്ന് വരാന്തയിൽ നടക്കുമ്പം ഇറ്റ് വാസ് ജസ്റ്റ് 1 line. അത് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ഡയലോഗായിരുന്നു. ബിക്കോസ് ആസ് ഇറ്റ് ഇസ് ആ സീൻ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. പിന്നെ പ്രപ്പോസ് ചെയ്തത് വരാന്തയിൽ വെച്ചിട്ട്, മറ്റേ കോളേജിന്റെ വരാന്തയിൽ വെച്ചിട്ട് പിന്നെയും പ്രപ്പോസ് ചെയ്യുന്നത് ഐ തിങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ റിയലി ലൈക്ഡ് ഇറ്റ്. അത് അവള് വന്ന് തിരിച്ചു പറയുന്ന ഒരു ഡയലോഗ്, അതുകൊണ്ടാണ് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴും അത് മനസ്സിൽ കിടന്ന് കളിക്കുക. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആ സിനിമ ഭയങ്കര റൊമാൻറ്റിക്കാ കാണുന്ന എല്ലാവർക്കും. അപൂർവയ്ക്ക് അത് കാണുമ്പോൾ റൊമാൻറ്റിക് ആണോ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. എനിക്കത് ഞാൻ ഓൾറെഡി നേരത്തെ കണ്ടിരുന്നു. സോ ഞാൻ
കാണുമ്പം ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ലൈക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ ഐ വാസ് റിയലി ഹാപ്പി അത് കാണുമ്പം. പിന്നെ ഇറ്റ് വാസ് റിയലി റൊമാൻറ്റിക് മൂവി. അടുത്ത ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? റെഡി ആയിട്ടിരുന്നോ? ഞാൻ തട്ടത്തിൻ മറയത്തിലെ പാട്ടുകൾ മാറി മാറി പഠിക്കാൻ പോവാ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഐ നോ യു സിംഗ്, ഷീ ഈസ് ഗോയിങ് ടു സിംഗ്. സ്റ്റേ ട്യൂൺഡ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് കൂടെ റീനു ആൻഡ് അപൂർവ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപൂർവ പാടി തുടങ്ങാൻ പോവാണ്. ആ പാട്ട് ഓരോന്നോരോന്നായിട്ട് പാടിക്കോട്ടെ. നമുക്കിങ്ങനെ നിർത്തി പോവാം. ഒരു പാട്ട് പാടാൻ ആദ്യം ഒരെണ്ണം 2 ലൈൻ, പിന്നെ അടുത്തത് 2 ലൈൻ, അങ്ങനെ. മുത്തു ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. ഇനി ആ പാട്ട് എന്തുകൊണ്ട് ഇഷ്ടമായെന്നും കൂടി പറയണം. രക്ഷപ്പെട്ടത് വിചാരിച്ചിരിക്കാം. വൈ ഡു ലൈക്ക് ദിസ് സോങ്? ഐ റിയലി ലൈക്ക് രമ്യാസ് വോയിസ്, ബ്യൂട്ടിഫുൾ വോയിസ്. അപ്പം എനിക്ക് അതിനകത്ത് സീൻസും എനിക്ക് പിക്ചറൈസേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു പാട്ട് ഏതായിരുന്നു? അതിനടുത്ത് എനിക്ക് അനുരാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനുരാഗത്തിൻ വേളയിൽ വരവായി വന്നൊരു സന്ധ്യയിൽ പ്രേമാത്രം. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ് കൂടെ റീനു ആൻഡ് അപൂർവ ബോസ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.